നമസ്കാരം. സ്റ്റാർ ആറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമാക്കുമെന്ന് കെ ഡി പ്രസേനൻ എം.എൽ.എ. കുട്ടികളുടെ സാമൂഹിക മുന്നേറ്റത്തിന് അംഗൻവാടികളുടെ പങ്ക് നിർണായകമാണെന്നും കെ ഡി പ്രസേനൻ. ആശുപത്രികൾ നാടിന്റെ മുതൽക്കൂട്ടാണെന്ന് പി സുമോദ് എം.എൽ.എ. ആരോഗ്യ പരിപാലന രംഗത്ത് നല്ല ജാഗ്രത പുലർത്താൻ സമൂഹം തയ്യാറാവണമെന്നും പി സുമോദ്. വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. 2 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമാക്കുമെന്ന് കെ ഡി പ്രസേനൻ എം.എൽ.എ. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കൊട്ടേക്കാട് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അംഗൻവാടികൾക്കും ആവശ്യമായ സ്ഥലം അവർക്ക് പഞ്ചായത്തിന് വാങ്ങാനോ നൽകാനോ വേണ്ടി കഴിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരോട്, കുടുംബാംഗങ്ങളോടുള്ള അഭ്യർത്ഥന അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മിക്കവാറും ഭൂരിപക്ഷം വരുന്ന അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമുണ്ടാക്കാൻ നല്ല പരിശ്രമം ഈ കാലയളവിൽ ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. അവരുടെ നിർദ്ദേശം കൂടി മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മണ്ഡലത്തിലെ സ്ഥലമുള്ള എല്ലാ അംഗനവാടികൾക്കും കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഒരു ഫണ്ട് 2-3 വർഷക്കാലത്തെ ബജറ്റിന് മുൻപാണ് ലഭിച്ചത്. പക്ഷേ നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങൾ, ഒറ്റ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി 7 പഞ്ചായത്തിലും അംഗനവാടികളുടെ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്ഥലമുണ്ട് എന്ന് പറയുകയും എന്നാൽ സ്ഥലത്തിൻ്റെ രേഖകളൊന്നും കൃത്യതയോടുകൂടി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം വരികയും അങ്ങനെ ഇത് നീണ്ടു പോയി ഏറ്റവും അവസാനം ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി ലഭിച്ച് കെല്ലെന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിതിൻ്റെ എസ്റ്റിമേറ്റും മറ്റെല്ലാം തയ്യാറാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എം.എൽ.എ. നിർദ്ദേശിക്കപ്പെട്ട ബജറ്റ് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഒരു 10-20 അംഗനവാടി നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് മനോഹരമായ പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. കുട്ടികളുടെ സാമൂഹികമായ മുന്നേറ്റത്തിന് അംഗൻവാടികളുടെ പങ്ക് നിർണായകമാണെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മാധവൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, എസ് രാധാകൃഷ്ണൻ, അബ്ദുൽ നാസർ, സുനിത എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ആശുപത്രികൾ നാടിന്റെ മുതൽക്കൂട്ടാണെന്ന് പി സുമോദ് എം.എൽ.എ. ഹെൽത്തി തരൂർ പദ്ധതിയുടെ ഭാഗമായി ACCA മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് നടപ്പിലാക്കിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളായാലും കണ്ടെത്താൻ ആവശ്യമായ ശരിയായ പരിശോധന നടത്തുമെന്ന്, ആ പരിശോധനയ്ക്ക് രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം വിദഗ്ധരായ ഡോക്ടർമാർ നിങ്ങളെ നോക്കും. അതിനുശേഷം മരുന്ന് ഉൾപ്പെടെ സൗജന്യമായി നിങ്ങൾക്ക് തരുന്ന ഒരു ക്യാമ്പാണ്. ഇപ്പോൾ ഈ അസംബ്ലി മണ്ഡലത്തിൽ ചീക്കോട് ഭാഗത്ത് ACCA മെഡിക്കൽ കോളേജ് ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ജൂലൈ-ആഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത രൂപത്തിലേക്കാണ് ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായും വരും മാസങ്ങളിൽ വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ ഉൾപ്പെടെ അവിടെ വരാൻ വേണ്ടി പോകുന്നു. റോബോട്ട് സർജറി ഉൾപ്പെടെ വരാൻ വേണ്ടി പോകും. അതുകൊണ്ട് പൊതുരംഗത്തായാലും സ്വകാര്യ രംഗത്തായാലും ആശുപത്രികൾ നാടിൻ്റെ മുതൽക്കൂട്ടാണ്. ഒരു അസുഖം ബാധിച്ചാൽ, ഒരു അറ്റാഹിതം ബാധിച്ചാൽ നമുക്ക് ചെല്ലാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ കൺവെട്ടത്ത് ഒരു സംരംഭം, ഒരു ആശുപത്രി ഉയർന്നു നോക്കുമ്പോൾ അത് ഒട്ടേറെ ആളുകൾക്ക് ജോലി നൽകും, ഒട്ടേറെ രോഗികൾക്ക് അതിന് ആശ്വാസമായിട്ടുള്ളൂ. ആരോഗ്യ പരിപാലന രംഗത്ത് നല്ല ജാഗ്രത പുലർത്താൻ സമൂഹം തയ്യാറാവണമെന്നും പി സുമോദ് പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.ജെ. ഉസനാർ അധ്യക്ഷനായി. ഡോക്ടർ അബ്ദുൾ റഹീം, ലൈസൺ ഓഫീസർ ഷാജി മാണി, PRO ഉണ്ണി അഹമ്മദ് എന്നിവർ സംസാരിച്ചു. EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 350ഓളം പേർ പങ്കെടുത്തു. വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. 2 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. AK ബാലൻ മന്ത്രിയായിരുന്ന സമയത്ത് വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ലബോറട്ടറി കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും.
പി സുമോദ് MLA അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, മുൻമന്ത്രി AK ബാലൻ എന്നിവരും പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് നടത്തുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവലിന് തുടക്കമായി. ഈ മാസം 31 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ പി സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ ഈ ടൗണിലെ വ്യാപാരി സമൂഹം നേതൃത്വം കൊടുക്കുന്നു എന്നൊരു ചെറിയ കാര്യമാണ്. പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വ്യാപാരികൾ. നേരിട്ടുള്ളതുപോലെയല്ല. ഇപ്പോൾ വിരൽത്തുമ്പിൽ ഓൺലൈനിൽ ഏത് സാധന സാമഗ്രികളും വരുന്ന ഒരു കാലമാണ് ഓർഡർ ചെയ്യുക. അപ്പം അതുകൊണ്ട് ഒരു ഷോപ്പെല്ലാം തുടങ്ങി സാധാരണ നിലക്ക് രാവിലെ ഒരു 8:30-9 മണി മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു 9 മണി വരെ ആളുകളെ പ്രതീക്ഷിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമർ ഇസ് ദ കിങ്, ഉപഭോക്താക്കളാണ് രാജാക്കന്മാർ. ആ നിലയിലേക്ക് കാത്തിരിപ്പിനൊടുവിൽ വിറ്റഴിക്കലൊടുവിൽ ഈ ഒരു അനുസ്യൂതമായ മുഷിവാർന്ന പ്രവർത്തനം നടത്തുമ്പോൾ അത് ഈ സമ്പദ് വ്യവസ്ഥയാണ് താങ്ങി നിർത്തുന്നത്. കാരണം സ്ഥാപനങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുന്ന നികുതിയുടെ പ്രധാനപ്പെട്ട ഒരു അംശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഹിതം ചെന്നു ചേരുന്നത് നമ്മുടെ സംസ്ഥാന ഖജനാവിലാണ്. യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് മുഖ്യ അതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് ഭാരവാഹികളായ P ബാലമുരളി, CS സിദ്ദിഖ്, MD സിജു, മുൻമന്ത്രി KE ഇസ്മായിൽ, പഞ്ചായത്ത് അംഗം ദേവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇല്യാസ് പടിഞ്ഞാറക്കളം, പ്രഭാകരൻ, PK ഗുരു, സെയ്തലവി, VR രാമസ്വാമി, ജോസ്, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മാറ പോത്തുണ്ടിയിൽ നിന്നും 25 ലിറ്റർ ചാരായം പിടികൂടി. നെന്മാറ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് 25 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട പോത്തുണ്ടി അരിമ്പുരപ്പതി മുല്ലശ്ശേരി വീട്ടിൽ ഷൈൻ പ്രകാശിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ P സുരേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി. കഞ്ചിക്കോട് സ്വദേശി ഗീതാനന്ദന്റെ വീടിന് മുന്നിലാണ് കാട്ടാന ഇറങ്ങിയത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു കാട്ടാന എത്തിയത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഗ്രൂപ്പ് നേതാക്കളുടെ താൽപ്പര്യം മാത്രമാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ സംരക്ഷിക്കുന്നതെന്ന് ആരോപിച്ചാണ് യോഗം ചേർന്നത്. 500ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. അതുപോലെ KPCC പ്രസിഡന്റ് എല്ലാവർക്കും തന്നെ ലെറ്റർ അയച്ചു ഇവിടുത്തെ സ്ഥിതിഗതികളെ പറ്റിക്കൊണ്ട്. പക്ഷേ ഇത്ര കാലം വരെയും ഒരു നടപടി ഉണ്ടായില്ല. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിലും കാലിലും മാത്രമല്ല നാവിനടക്കം ഗ്രൂപ്പിൻ്റെ മുതലാളിമാർ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കോട്ടായി പഞ്ചായത്തിൽ 48 വർഷമായിട്ട് ഇവിടെ ഇതര പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അധികാരം വളരെ വിദൂരത്തിലാണ്. അതുപോലെ തന്നെ BJPയുടെ വളർച്ച ഇവിടെ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആകെയുള്ള ഒരു സൊസൈറ്റിയാണ്, അതടക്കം പോവുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ DCC നേതൃത്വത്തെയും KPCC നേതൃത്വത്തെയും അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പഞ്ചായത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ യാതൊരു പിന്തുണയും DCC പ്രസിഡന്റ് ഭാഗത്തുനിന്നില്ല. പ്രശസ്ത കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായുള്ള മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡിന് സന്തോഷ് ഏച്ചിക്കാനം അർഹനായി. വൈശാഖൻ ചെയർമാനായ ജൂറിയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കവണ എന്ന കഥാസമാഹാരം തിരഞ്ഞെടുത്തതെന്ന് ട്രസ്റ്റ് സെക്രട്ടറി P ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂൺ 1 മുണ്ടൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അവാർഡ് വിതരണം ചെയ്യും. S ശെൽവരാജ്, M കാസിം, VP ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഥാകൃത്തുക്കളിൽ നിന്നും പ്രസാധകരിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കവണ എന്ന ചെറുകഥാസമാഹാരം തിരഞ്ഞെടുത്തത്. ശ്രീ വൈശാഖൻ ചെയർമാനായും ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ജൂറിയാണ് കവണ എന്ന പുസ്തകം തിരഞ്ഞെടുത്ത് സന്തോഷ് ഏച്ചിക്കാനത്തിന് അവാർഡ് നൽകുവാനുള്ള തീരുമാനത്തിൽ എത്തിയത്. സമ്പൂർണ്ണ അധ്യാപിക പരിശീലനത്തിനുള്ള പരിഹാരവുമായി ഐഡിയൽ അക്കാദമി എന്ന സ്ഥാപനം വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. റോയൽ ജംഗ്ഷന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം P സുമോദ് MLA നിർവഹിച്ചു. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ ഏറ്റവും നന്നായി പരിശീലനം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ കൂടി മേൽനോട്ടവും സഹകരണത്തോടും കൂടി ഇവിടെ ആരംഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട്
ഇത്തരമൊരു വേള തീർച്ചയായും ഇതിന് തുടർച്ച ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമാണ്. ആ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അതല്ലെങ്കിൽ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് ജോലി ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ, പ്രത്യേകിച്ച് യുവതികൾ ഈ സ്ഥാപനത്തിലേക്ക് വരികയും ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയാൽ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ധാരാളം ജോലി സാധ്യതകൾ, അവസരങ്ങൾ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. ഐഡിയൽ അക്കാദമി സിഇഒ ജമീല ഹുസൈൻ, PR വിജയൻ, AK ഹരിദാസ്, VE ബബിത, റെജി K മാത്യു, നിഷ വിജയൻ, സക്കീന, ആയിഷ R, അനിഷ എന്നിവർ സംസാരിച്ചു.